ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഈ ചാപ്റ്ററിലെ പേജ് നമ്പർ 92-ലെ ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ലൈക്ക് ദ വൺ ഷോൺ ബിലോ മസ്റ്റ് ബി മെയ്ഡ്. ഇവർ കൊടുത്തിട്ടുണ്ട്. ദ ഹൈറ്റ് മസ്റ്റ് ബി 2 meters ലെസ് ദാൻ ദ ബേസ് ആൻഡ് ദി ഏരിയ ഷുഡ് ബി 12 square meters. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? ചെയ്ത് നോക്കാം. നമുക്കിവിടെ ബേസ് എക്സ് എന്ന് വിചാരിക്കാം. ബേസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു, ഹൈറ്റ് ബേസിനേക്കാളും 2 meter കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് 2, 2 meter എക്സിനേക്കാളും കുറവ്. ഇനി അതിൻ്റെ ഏരിയ ഈക്വൽ ടു, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ബേസും ഹൈറ്റും അറിയാമെങ്കിൽ സാധാരണ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു അത് ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എക്സ് ആണ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ അത് ഏരിയ ഈക്വൽ ടു നമുക്ക് 12 meter square എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു, നമുക്ക് ഈ 1/2നെ ഈ 2നെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവും. അപ്പോൾ 12 ഇൻറ്റു 2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് വർഗം പൂർത്തിയാക്കൽ രീതി അതുപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇത് മൈനസ് ആണ്, അപ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റാൻ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈ ഫോമിലേക്ക് മാറ്റാൻ ഇവിടെ നമുക്ക് ഈ 2ന്റെ പകുതിയായ 1, ആ 1ന്റെ സ്ക്വയർ നമ്മൾ 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചേർക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതിയാൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 24 പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 സ്ക്വയർ, അതായത് അത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ആവുമ്പോൾ നമുക്കിവിടെ കിടക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്നുള്ളത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ്. അപ്പോൾ അതിന് നമുക്ക് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് ഈക്വൽ ടു 24 പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 24 1 25. അപ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടും, അതായത് √25. അപ്പോൾ ഇവിടെ ഇത് ലെന്താണ്, ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും ആണ്. ലെന്ത് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ദെയർഫോർ എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1 ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ബേസ് കിട്ടി. ഇനി വേണ്ടത് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം ബാക്കി സൈഡുകൾ നമുക്ക് കാണാം. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് തന്നെ ഒരു സൈഡ് കണ്ടാൽ ബേസ് നമുക്കറിയാം, മറ്റേ 2 സൈഡിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി, കാരണം അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ബേസ് ഇത് എക്സ് ആണ്, ഇത് 6 centimeter എന്ന് കിട്ടി. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കറക്റ്റ് പകുതിയായിട്ടായിരിക്കും വായിക്കുക. അപ്പോൾ ഇത് 3 centimeter ആയിരിക്കും. നമുക്ക് എക്സ് ഈക്വൽ ടു 6 centimeter, അതായത് x/2 ഈക്വൽ ടു 3 centimeter ആണ്. നമുക്ക് ഹൈറ്റ് വേണം, h ഇസ് ഈക്വൽ ടു നമുക്കത് x മൈനസ് 2 ആണ്, അതായത് ഈക്വൽ ടു 6 മൈനസ് 2 ഈക്വൽ ടു 4 centimeter ആണ്. അപ്പോൾ ഇവിടെ ഇത് 4 centimeter ആണ്. അപ്പോൾ ഇത് 3 centimeter ബേസും 4 centimeter ഹൈറ്റും ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ ഇവിടുത്തെ അതർ സൈഡ്സ് നമുക്ക് ഒരു പേര് കൊടുക്കാം, എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ ഇവിടെ നമുക്ക് എ സി പൈതഗോറസ് തിയറം പ്രകാരം √ ഓഫ് എ സി ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ബേസ് ഇവിടെ 3 ആണ്, 3 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് ഇവിടെ 4 centimeter ആണ്, 4 സ്ക്വയർ ഈക്വൽ ടു √ ഓഫ് 9 പ്ലസ് 16 ഈക്വൽ ടു √25 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. ഇവിടെയും പ്ലസ് മാത്രം എടുത്താൽ മതി, കാരണം ലെന്ത് ആണ്. അപ്പോൾ നമുക്ക് സൈഡ് കിട്ടി. ഇപ്പോൾ ഇവിടെ എ സിയും ബി സിയും ഈക്വൽ ആയിരിക്കും. ഇത് 5 centimeter ആണ്, മീറ്ററിലാണ്. അപ്പോൾ ഇത് 5 meter ആണ്. ഇവിടെ ഞാൻ സെൻറ്റിമീറ്റർ എന്ന് എഴുതി, പക്ഷേ ക്വസ്റ്റിനകത്ത് ഇതെല്ലാം മീറ്ററിലായിരുന്നു. ഇതെല്ലാം മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ബേസ്, അല്ലെങ്കിൽ നമുക്ക് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസിനെ ബേസ് നമുക്ക് 6 meter ആണ്, 6 meter, മറ്റു 2 സൈഡുകൾ കിട്ടിയിരിക്കുന്നത് 5 meter ആൻഡ് 5 meter. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 1 centimeter ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്? ചെയ്ത് നോക്കാം.
ഇവിടെ ഫിഗർ തന്നു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബേസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. ഇനി വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 cm ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ഒരു സൈഡ് ബേസിനെ എക്സ് എന്ന് എടുത്തു. ഒരു സൈഡ് ഈക്വൽ ടു 1 cm ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ട്വൈസ് ദ സൈഡ് അപ്പോൾ 2x മൈനസ് 1 cm കുറവാണ്, 2x മൈനസ് 1. ഇനി അതിന്റെ ഹൈപ്പോട്ടന്യൂസ് h is equal to ഹൈപ്പോട്ടന്യൂസ് ഈസ് 1 cm ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദിസ് 2x പ്ലസ് 1. അപ്പോൾ നമുക്ക് 3 സൈഡുകൾ കിട്ടി. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് ഹൈപ്പോട്ടന്യൂസ് 2x പ്ലസ് 1 ആണ്. 2x പ്ലസ് 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു ബേസ് എക്സ് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 2x മൈനസ് 1 ആണ്. അപ്പോൾ 2x മൈനസ് 1 ഓൾ സ്ക്വയർ. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നത് a പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈ ഫോമിലാണ്. ഇവിടെ 2x പ്ലസ് 1 ഓൾ സ്ക്വയർ, 2xന്റെ സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1, അതായത് 4x പ്ലസ് 1 സ്ക്വയർ 1 തന്നെ ഈക്വൽ ടു ആദ്യത്തെ എക്സ് സ്ക്വയർ അവിടെ എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഓൾ സ്ക്വയർ, അതായത് 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. ഇനി ഒരേപോലെയുള്ളതിനെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെയുള്ളതിനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 4x സ്ക്വയറും ഈ 4x സ്ക്വയറും നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഒരു 4x ഉണ്ട്, അപ്പോൾ 4x ഇവിടെ എഴുതി. ഇനി ഇവിടെയുള്ള മൈനസ് 4xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, അപ്പോൾ അത് പ്ലസ് 4x ആയി ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതി എക്സ് സ്ക്വയർ. ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, അതിനെ അങ്ങനെ തന്നെ എഴുതി. ഇവിടെയുള്ള ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ മൈനസ് 1 ആയി. അപ്പോൾ ഇവിടെ 4xും 4xും ഈക്വൽ ടു ഈ പ്ലസ് 1 മൈനസ് 1ഉം 0 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8x ആണ്, അല്ലെങ്കിൽ 8x ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് ആദ്യം എഴുതിയത്. അതിനെ നമ്മൾ മാറ്റി എക്സ് സ്ക്വയർ ഈക്വൽ ടു 8x എന്ന് എഴുതി. ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എക്സ് സ്ക്വയറിനെ കൂടെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എളുപ്പത്തിൽ അതൊന്നും ഇല്ലാതെ ഇതിൻ്റെ ആൻസർ കിട്ടും. കാരണം ഇവിടെ എക്സ് രണ്ടിലും കോമൺ ആയിട്ടാണ്. അപ്പോൾ എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് കിട്ടുന്നു ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് നമുക്ക് രണ്ട് ആൻസർ കിട്ടുന്നു. എക്സ് ഈക്വൽ ടു 0 ഏതായാലായിരിക്കില്ല, അതിന് ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 എന്നെടുത്താൽ എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 8 ആണ് നമ്മുടെ ആൻസർ. എക്സ് ഈക്വൽ ടു 0 ആയാലും ഈ കണ്ടീഷൻ അനുസരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ എക്സ് ഈക്വൽ ടു 8 ആയിട്ട് എക്സ് ഈക്വൽ ടു 0 ആയാൽ ഈ കണ്ടീഷൻ അനുസരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ എക്സ് ഈക്വൽ ടു 0 ആയിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 8 എന്ന വാല്യൂ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് മറ്റു വശങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ഈക്വൽ ടു എക്സ് ആണ് ഈക്വൽ ടു 8. ഇനി നമുക്ക് ഹൈറ്റ് വേണം, അതർ സൈഡ് പെർപെൻഡിക്കുലർ സൈഡ്. ഹൈറ്റ് ഈക്വൽ ടു 2x മൈനസ് 1 ആണ് ഈക്വൽ ടു 2 ഇൻറ്റു 8 മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 8 16 മൈനസ് 1 ഈക്വൽ ടു 15. നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെ കൊടുക്കാം. ഇത് സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ. ഇനി ഹൈപ്പോട്ടന്യൂസ് h 2x പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 8 പ്ലസ് 1 ഈക്വൽ ടു 16 പ്ലസ് 1 ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു ആദ്യത്തത് എക്സ്, അതായത് 8 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈപ്പോട്ടന്യൂസ് 17 സെൻറ്റിമീറ്റർ. നമുക്കിതിൻ്റെ 3 സൈഡിൻ്റെ ലെൻസ് കിട്ടി.